ഈ പ്ലാസ്റ്റിക് മാലമാതിരി പല നിറത്തിൽ കിടക്കുന്നതാണ് ദി ഗോൾഡ് ഓഫ് ദി നോർത്ത് എന്നറിയപ്പെടുന്ന ബാൾട്ടിക് ആംബർ. ഒരുപാട് യൂസേഴ്സും റിച്ച് ഹിസ്റ്ററിയുമുള്ള ഒരു സെമി പ്രഷ്യസ് സ്റ്റോൺ ആണ് ഈ ബാൾട്ടിക് ആംബർ. ഇതൊരു സെമി പ്രഷ്യസ് സ്റ്റോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യണമെങ്കിലും ഇത് ആക്ച്വലി ഒരു സ്റ്റോൺ അല്ല. ഇതൊരു മരത്തിൽ നിന്നുള്ളൊരു റെസിൻ കുറേ കാലം മണ്ണിനടിയിൽ കിടന്ന് ഫോസിലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ ആംബർ. അപ്പോൾ ഈ ഒരു ഫോസിലൈസ്ഡ് ട്രീ റെസിൻ ആക്ച്വലി സയൻറ്റിഫിക്കലി അറിയപ്പെടുന്നത് സുക്കനൈറ്റ് എന്നാണ്. ഫോസിലൈസ്ഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു 40 to 50 മില്യൺ ഇയേഴ്സ് മുമ്പുള്ള ട്രീസാണ് ഈ രീതിയിൽ ഫോസിലൈസ് ചെയ്ത് ആംബർ അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പിന്നെ ഒരു 3 to 8% സുക്കനിക് ആസിഡും ഉണ്ട്. ഈ സുക്കനിക് ആസിഡിന് തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴേക്കും ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററിയും പെയിൻ റിലീവിംഗ് എഫക്ട്സും ആണുള്ളത്. അതുകൂടാതെ ഇമോഷണൽ ബാലൻസും ഫിസിക്കൽ ഹീലിംഗ്സും ഒക്കെ കൊണ്ടുവരുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നെ ഈ ഇക്കോ ഫ്രണ്ട്ലി സബ്സ്റ്റൻസ് പ്ലാസ്റ്റിക് ജ്വല്ലറിക്ക് നല്ലൊരു റിപ്ലേസ്മെന്റും ആണ്. ഇതിന്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് പറയുകയാണെങ്കിൽ ഇത് ഏൻഷ്യൻ ടൈമിൽ ഗ്രീക്സിന്റെയും റോമൻസിന്റെയും ഈജിപ്ഷ്യൻസിന്റെയും ഒക്കെ റിച്വൽസിലൊക്കെ ഉപയോഗിച്ചു വന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. പിന്നെ വൈക്കിംഗ് എറയിലാണെങ്കിൽ ഇതൊരു വാല്യുബിൾ കമ്മോഡിറ്റി ആയിരുന്നു. മോഡേൺ ടൈംസിൽ ഇതൊരു സിമ്പിൾ ഓഫ് പ്രൊട്ടക്ഷൻ, ഹീലിംഗ് ആൻഡ് പ്രോസ്പെരിറ്റി ആണ്. ഇത് ട്രഡീഷണൽ ബെസ്റ്റോണോ മോഡേൺ ബെസ്റ്റോണോ ആയിട്ട് കൺസിഡർ ചെയ്യണ ഒന്നല്ല. എന്നിരുന്നാലും ഇത് നവംബറിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോൺ ആണ്. ഇനി നമുക്ക് ബാൾട്ടിക് ആംബറിന്റെ നേറ്റീവിലേക്ക് വരാം. ബാൾട്ടിക് ആംബർ എന്ന പേര് പോലെ തന്നെ ബാൾട്ടിക് ആംബർ എന്ന് പറയുമ്പോഴേക്കും ബാൾട്ടിക് സീയുടെ റീജിയൻസിലുള്ള കൺട്രീസ് ആണ് ഇതിന്റെ സോഴ്സ്. അതായത് ലിത്വാനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ, പോളണ്ട്, റഷ്യ. അതിൽ തന്നെ ലാർജസ്റ്റ് ഡെപ്പോസിറ്റ് റഷ്യയിലുള്ള കലിനിൻഗ്രാഡ് ഒബ്ലാസ്റ്റിലാണ്. അത് അറൌണ്ട് 90% ഓഫ് ദ വേൾഡ് ആംബർ സപ്ലൈസ് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ബാൾട്ടിക് ആംബർ കുറച്ച് കോൾഡ് ഏരിയാസിലുള്ള കോണിഫറസ് ഫോറസ്റ്റിലുള്ള ട്രീസിൽ നിന്നുള്ള റെസിൻസ് ആണ് ഫോസിലൈസ് അയക്കുന്നത്. ഈ കിട്ടുന്ന ബാൾട്ടിക് ആംബർ നാച്ചുറൽ ആണോ ഇമിറ്റേഷൻസ് ആണോ എന്ന് അറിയാനായിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് കളർ ആൻഡ് ട്രാൻസ്പാരൻസി ആണ്. അപ്പോൾ നാച്ചുറൽ ആംബർ റേഞ്ച് ചെയ്യുന്നത് ഗോൾഡൻ യെല്ലോ ടു ഡീപ്പ് ഓറഞ്ച്, ഈവൻ ഗ്രീൻ ആയിട്ടോ ബ്ലൂ ആയിട്ടോ കളേഴ്സ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്ലാന്റ് പാർട്സിൻ്റെയോ ഇൻസെക്റ്റിൻ്റെയോ ഒക്കെ ഇൻക്ലൂഷൻസ് കാണാൻ പറ്റും. അതിന് പൊതുവേ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിനേക്കാളും ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് തൊടാനായിട്ട് കുറച്ച് വാം ആണ്. പിന്നെ ശരിക്കുള്ള ആംബർ സോൾട്ട് വാട്ടറിൽ പൊങ്ങിക്കിടക്കും. പിന്നെ ഇതിന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഇതൊന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ പാർട്ടിക്കിൾസ് അട്രാക്ട് ചെയ്യും. പിന്നെ ഇത് ബേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസിൻ സ്മെല്ലായിരിക്കും വരുന്നത്. സാധാരണ പ്ലാസ്റ്റിക് കത്തിക്കുന്നതുമായിട്ടുള്ള കെമിക്കൽ സ്മെല്ലായിരിക്കില്ല. ബാൾട്ടിക് ആംബർ ശരിക്കും ജെംസ്റ്റോണിനേക്കാളും ഒരുപാട് വാല്യൂബിൾ ആണ്. അതായത് എർത്തിൻ്റെ തന്നെ ഹിസ്റ്ററി ഉറങ്ങുന്ന പീസാണ് ഈ കാണുന്ന ബാൾട്ടിക് ആംബർ. ജുറാസിക് പീരീഡിലുള്ള കോണിഫറസ് ഫോറസ്റ്റ് ആണ് ഈ ബാൾട്ടിക് ആംബർ ആയിട്ട് കൺവേർട്ട് ആയിരിക്കുന്നത്. ജുറാസിക് പീരീഡിലുള്ള പല ഇൻസെക്റ്റും ഇൻക്ലൂഡിംഗ് ജയന്റ് മോസ്കിറ്റോ വരെയും ഈ ബാൾട്ടിക് ആംബറിൽ ഫോസിലൈസ് ചെയ്തിട്ടുണ്ട്. അത് ജുറാസിക് പാർക്കിൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.